എന്റെ പൊന്നു അത് തുറന്നു നോക്കിന്നുണ്ട് കഴിഞ്ഞാൽ തെറിയുടെ അഭിഷേകമാണ്. നമ്മള് മലയാളം പുതിയ പുതിയ തെറികളൊക്കെ ഞങ്ങളെ പോലുള്ള യുവജനങ്ങൾക്ക് 3 മണിക്കൂർ അസഭ്യം പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് എങ്ങനെ ഒരു സിനിമ എടുത്തുകൂടാ, എങ്ങനെ ഒരു സിനിമ വന്നുകൂടാ എന്നുള്ളത് നല്ലൊരു ഉദാഹരണമാണ്. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്, ഒരുപാട് സ്വപ്നമാണ്, ഒരുപാട് കഷ്ടപ്പാടാണ് സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതാരാണ് അനുവാദം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സിനിമ പിടിക്കാനായിട്ട്? സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിൽ അതിവേഗം പ്രചരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പെരിന്തൽമണ്ണയിലെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം. ആരാധകരുടെ ആവേശം അതിരുകടന്നതോടെ ഉദ്ഘാടനത്തിന് ചീമുട്ട കൊണ്ടും തക്കാളി കൊണ്ടും ഏറുകൊള്ളേണ്ടി വന്നു. ഇവിടെ വന്ന ആ സ്പോട്ട് മുതൽ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് ആക്രമിക്കാം. എന്റെ എനർജി എന്റെ സൗണ്ട് ഫുള്ള് പോയി എന്നിട്ടാണ് ആ മനുഷ്യരോട് പാടാൻ പറയുന്നത്. കേൾക്കൂ, അപ്പൊ എനിക്ക് ഈ സൗണ്ടിലെ ചെയ്യാൻ പറ്റും. അതേസമയം ഞാൻ പറയുന്നു, അവനവൻ പറഞ്ഞ ഡയലോഗായാലും ഏത് സിറ്റുവേഷനിലും ഞാൻ എത്ര ദേഷ്യത്തിൽ നിൽക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ ഏത് ഞാൻ ചെയ്യും. അറിയില്ല നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയോ? ഓക്കെ, അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ നമ്മുടെ ഫിലിം ഏതാ അറിയോ? ഓക്കെ, അപ്പൊ ഈ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് നമുക്കിവിടെ എല്ലാവർക്കും അറിയാം. അപ്പോ ഈ മലയാള ഫിലിമിനെ തന്നെ വൺ മാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ അദ്ദേഹം. അപ്പൊ ഒറ്റ സിനിമ എടുത്ത് തന്നെ ഒറ്റയടിക്ക് ഫേമസ് ആയി. അപ്പോ എന്താണ് ഈ സന്തോഷ് പണ്ഡിറ്റ് അപ്രോച്ച് ചെയ്ത ഫിലിം? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ രണ്ടുപേരും അഭിപ്രായം? എന്താണ് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? പിന്നെ രാജേട്ട, ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജേട്ടനെ അഭിനയിക്കാൻ വിളിക്കുന്നു. അപ്പൊ എന്തായിരിക്കും രാജേട്ടന്റെ പ്രതികരണം? അഭിനയിക്കാൻ പോവോ? പറയുന്ന എത്ര പേർക്ക് അതിന് എടുത്തത് കൂടെ നോക്കണം. സൂക്ഷ്മമായിട്ട് ആക്രമിക്കുന്നവരില്ല. ഒരു സെക്കൻഡ് ആക്രമിക്കുന്നതിന് പേടിയുണ്ടെങ്കിൽ അങ്ങനെ പേടിയുണ്ടെങ്കിലേ ഒരു പ്ലേ കാർഡ് കയ്യിൽ പിടിക്കുക. എന്നിട്ടേ എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് കൊട്ടി കാണിക്കാം. കൊല്ലാൻ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം. സന്തോഷ് പണ്ഡിറ്റ് ആദ്യമായി മറ്റൊരു സംവിധായകന്റെ കീഴിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്യാമ്പസ് ചിത്രത്തിനുണ്ട്. മമ്മൂക്കയായിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ സന്തോഷ് പണ്ഡിറ്റിനല്ല ആർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും സ്റ്റീവൻ സ്പീൽബർഗ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. സന്തോഷ് പണ്ഡിറ്റിന് സിനിമ എടുക്കണമെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കാം. അങ്ങനെ ഒരു സിനിമ ഉണ്ടായി അത് കാണണോ കാണാതിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കുമുണ്ട്. അത് കാണുന്നത് തെറ്റാണെന്നോ കാണാതിരിക്കുന്നത് തെറ്റാണെന്നോ അല്ല ഞാൻ പറയുന്നത്. അയാളൊരു സിനിമ എടുത്തു, ആ സിനിമ എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടു. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ ആരും കുറ്റക്കാരൊന്നുമല്ല. സന്തോഷ് പണ്ഡിറ്റിന് നല്ലതെന്ന് തോന്നിയൊരു സിനിമ അയാൾ സൃഷ്ടിച്ചു, അത് അയാൾ തിയേറ്ററുകളിൽ എത്തിച്ചു, നിങ്ങളത് കണ്ടു. ആ സിനിമയുടെ മുടക്കുമുതൽ വെച്ച് എന്റെ ഊഹം അതൊരു വലിയ ഹിറ്റ് ആയിരിക്കുമെന്നാണ്. കാരണം ഇത്രയും ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കാണും. അപ്പൊ സത്യത്തിലിവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. അപ്പോ ഈ ഔഷധമുള്ള ഇവനെ മലയാളി പരിപാടിക്ക് ഇവരെ വിളിച്ചോ. 16 ഒരാളെ എന്നെ വിളിച്ച് 24 ലക്ഷം രൂപയൊന്നും ഇന്ന് വരെ നിനക്ക് ഒരു രൂപ. ജാതി വിവേചനവും അയിത്തവും അനുഭവിക്കുന്ന ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ ചക്കലിയ സമുദായക്കാരെ നേരിൽ കണ്ട് വിവരങ്ങൾ അറിയാനാണ് സന്തോഷ് പണ്ഡിറ്റ് എത്തിയത്. വെറും കൈയോടെ ആയിരുന്നില്ല വരവ്. എംപിയും എംഎൽഎയും അടക്കമുള്ള ജനപ്രതിനിധികൾ കോളനി സന്ദർശിച്ചിട്ടും പരാതിക്കാരെ നേരിൽ കാണുകയോ ചർച്ചയ്ക്ക് തയ്യാറാകുകയോ ചെയ്യാത്ത സ്ഥിതി തുടരുകയാണ്. അപ്പോഴാണ് പട്ടിണി അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യവസ്തുക്കളും കുട്ടികൾക്ക് സ്കൂൾ ഫീസും സഹായവും നൽകി സന്തോഷ് പണ്ഡിറ്റ് കയ്യടി നേടിയത്. ഇവർ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല എന്നാണ് ഇവരുടെ പ്രശ്നം. പഞ്ചായത്തിലേക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കഴിവിനനുസരിച്ചല്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 600ഓളം ആളുകളാണ്, 300ഓളം ഫാമിലിയാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളും കുറച്ച് അരിയായാലും കുറച്ച് പച്ചക്കറി ആയാലും കുറച്ച് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പഠിക്കാൻ അങ്ങനെയുള്ള
ചില കുട്ടികൾക്ക് +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീടിനും അവിടെ തന്നെ മുഴുവൻ പൊട്ടി ഒളിച്ച് കിടക്കുകയാണ്. വെള്ളമൊക്കെ അവരെ താഴേക്കാണ് പോരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ഞാനൊരു റിലയൻസ് മുതലാളിന്റെ മോനൊന്നുമല്ല, അപ്പൊ നമുക്ക് പരിമിതികളുണ്ട്. എന്നാലും ചെറിയൊരു പൈസയും കൊടുത്തൊരു എനിക്ക് അത്രേ പറയാൻ പറ്റില്ല. അതിപ്പോ ഈ വീട് മൊത്തം ഉണ്ടാക്കി കൊടുക്കാന്ന് പറയാനുള്ള ഒരു സാമ്പത്തിക ശേഷി എനിക്ക് ഇല്ലാത്തതുകൊണ്ട്. ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ഇപ്പൊ നിൽക്കുന്നത് ശ്രീധന്യാജിയുടെ വീട്ടിലാണ്. ഇതെന്ന് പറയുന്നത് കൽപ്പറ്റയിൽ എത്ര നീക്കണം അല്ല അങ്ങോട്ട് നീങ്ങിയാൽ പക്ഷെ നിങ്ങളെ വിചാരിച്ച ഇതിൽ വന്നോന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നത് ഇന്ന് നേരിട്ട് ഒരു പ്രസിഡന്റിന്റെ വിഷമം കണ്ടപ്പോ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കും. അപ്പൊ തന്നെ രോഗിക്ക് വിശക്കുന്ന ആഹാരം, രോഗിക്ക് മരുന്ന്, അപ്പൊ ആ വിഷമത്തിക്ക് അപ്പൊ തന്നെ സദനാശം ചെറിയൊരു പരിഹാരം പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിന് ഞാൻ പറയാം നിരാകരിക്കരുത്. അല്ല അതൊരു പോസിറ്റീവായ സജഷനായിട്ട് അല്ല, പക്ഷെ പോസിറ്റീവ് സജഷൻ ആകുമായിരുന്നു. എന്റെ 5 സിനിമ കണ്ട മനുഷ്യനാണ് പറഞ്ഞത്.